ഹെൽത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. നമ്മൾ പലപ്പോഴും പല ഇൻവെസ്റ്റ്മെൻറ്റുകളെക്കുറിച്ചും നാം കേട്ടിട്ടുണ്ടാവും. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്താണ് ഹെൽത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് സൂചിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ബുദ്ധവചനം നമുക്ക് കാണാം. ടു കീപ് ദി ബോഡി ഇൻ ഗുഡ് ഹെൽത്ത് ഈസ് എ ഡ്യൂട്ടി, അതർവൈസ് വി ഷാൽ നോട്ട് ബി ഏബിൾ ടു കീപ്പ് അവർ മൈൻഡ് സ്ട്രോങ് ആൻഡ് ക്ലിയർ. നമ്മുടെ ശരീരം ആരോഗ്യമുള്ളതാക്കുന്നത് നമ്മളെ കടമയാണ്. അല്ലെങ്കിൽ നമുക്കൊരിക്കലും മനസ്സിനെ ശാന്തമാക്കാനോ സ്ട്രോങ് ആക്കാനോ ക്ലിയർ ആക്കാനോ നമുക്ക് പറ്റില്ല എന്നാണ് ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ മനസ്സും ശരീരവും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. നമുക്കെല്ലാം അറിയാം, മനസ്സ് എപ്പോഴും വിഷമിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരവും വിഷമിക്കും. അതേസമയത്ത് എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും. അസുഖങ്ങളുള്ള സമയത്ത് മനസ്സിനെ ശാന്തമാക്കാനും നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ മനസ്സും ശരീരവും ബന്ധപ്പെടുത്തുന്നതിനെ കുറിച്ച് നമ്മളൊരു ഹെൽത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്താണെന്ന് സൂചിപ്പിക്കുന്നതിന് മുൻപായി നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു പ്ലാൻ നമുക്ക് നോക്കാം. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ, SIP. നമ്മളെല്ലാവരും സുപരിചിതമായ ഒരു വാക്കാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. നമ്മുടെ ഭാവി സാമ്പത്തികമായി സുരക്ഷിതമാക്കാൻ വേണ്ടി നമ്മളെല്ലാം പ്രയോഗിക്കുന്ന ഒരു പ്ലാനാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. SIP ഈസ് എ മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ മ്യൂച്വൽ ഫണ്ട്സ് where an investor regularly contribute a fixed amount of money at predetermined intervals instead of making a lump sum of investment. ഒരു ഭാവിയിൽ നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മന്ത്ലിയോ ക്വാർട്ടർലിയോ എന്തെങ്കിലും ചെറിയ എമൗണ്ട് വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഹ്യൂജ് എമൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയാണ് മിക്കവാറും അത് മ്യൂച്വൽ ഫണ്ടിലായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഈ മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുന്ന സമയത്തും ആ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തിലും നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അതിനു മുമ്പ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് നമുക്കറിയണ്ടേ. അതിൻ്റെ പ്രത്യേകതകൾ അറിഞ്ഞാലേ നമുക്ക് ഹെൽത്ത് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ. റെഗുലർ ആൻഡ് ഡിസിപ്ലിൻ ഇൻവെസ്റ്റിംഗ്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അലൗവിങ് ഇൻഡിവിജ്വൽ ടു ഇൻവെസ്റ്റ് എ ഫിക്സഡ് എമൗണ്ട് റെഗുലർലി. കൃത്യമായി എല്ലാ മാസവും നമ്മൾ ചിട്ടിയോ RDയോ അങ്ങനെയൊക്കെ പല ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളും നമ്മൾ തുടങ്ങാറുണ്ട്. അഫോർഡബിലിറ്റി ആൻഡ് ആക്സസിബിലിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇൻഡിവിജ്വൽസ് ക്യാൻ സ്റ്റാർട്ട് വിത്ത് എ സ്മോൾ എമൗണ്ട്. ഏറ്റവും ചെറിയ എമൗണ്ട്, അത് അവരവരുടെ കഴിവിനനുസരിച്ച് ചെയ്യാമെന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ. നമ്മൾ ഭാവിയിൽ ഒരു വീട് വാങ്ങണോ, കാറ് വാങ്ങണോ, കുട്ടികളുടെ വിദ്യാഭ്യാസം, ഇതിനൊക്കെ നമുക്ക് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെയാണ് ഇൻകം ടാക്സ് ബെനിഫിറ്റ് ഒക്കെ വേണ്ട ആൾക്കാർക്ക് സെക്ഷൻ 80 പ്രകാരമുള്ള ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും. ഇതാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിനെ പറ്റി പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഹെൽത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് പരിശോധിക്കാം. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഇൻവെസ്റ്റ് ഇൻ ഗുഡ് ഫുഡ്. നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല ഭക്ഷണ ക്രമീകരണം നമുക്ക് ഉണ്ടാക്കുക. നമുക്കെപ്പോഴും അറിയാം, മനോജന്യ രോഗം പോലെ തന്നെ നമ്മളെ ലൈഫ് സ്റ്റൈൽ നമ്മളെ ഏറ്റവും ആരോഗ്യം മോശപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെപ്പോഴും പോകാറുണ്ട്. ഇൻവെസ്റ്റ് ഇൻ ഗുഡ് ഫുഡ് എന്ന് പറയുമ്പോൾ നല്ല ഭക്ഷണത്തിൽ നിന്നും നാരുകളടങ്ങിയ ഭക്ഷണം കഴിക്കുക. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതിനൊക്കെ പുറമെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ അവോയ്ഡ് അൺഹെൽത്തി ഫുഡ്. നമുക്ക് പലപ്പോഴും കാണാറുണ്ട്, നമ്മൾ ജങ്ക് ഫുഡ്സൊക്കെ നന്നായിട്ട് കഴിക്കും, ഐസ്ക്രീം കഴിക്കും, ചോക്ലേറ്റ് കഴിക്കും, സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ കഴിക്കും, കൊക്കോകോള പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ്. ഇതൊക്കെ ശരീരത്തിന് ഹാനികരമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. പലപ്പോഴും നമ്മൾ കാണാറുള്ള ഒരു സാധനം എന്താ വെച്ചാൽ, നമ്മൾ കുട്ടികൾക്കൊക്കെ ഭക്ഷണം നേരത്തെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റ് കൊടുക്കുന്നത് കാണാം. ഇന്ന് ഭക്ഷണം റെഡിയായില്ല, കുട്ടികൾക്ക് സമയമില്ല, അപ്പം ചോക്ലേറ്റ് ഡെയിലി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം തന്നെ ചോക്ലേറ്റ് ആകുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പണം കൊടുക്കുന്നതും നല്ല ഭക്ഷണം വാങ്ങി കഴിക്കാനല്ല കൊടുക്കുന്നത്, ഐസ്ക്രീം വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും പണിഷ്മെൻറ്റ് നടത്തിയാൽ അതിനെ നന്നാക്കാൻ വേണ്ടി കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്, വിരുന്ന് പോകുമ്പോഴൊക്കെ കൊടുക്കുന്നത് കുട്ടികൾക്ക് ഹാനികരമായ ഭക്ഷണങ്ങളാണ്. അതുപോലെ നമ്മളും കഴിക്കുന്നുണ്ട്. ഇത് നമ്മൾ നിർബന്ധമായിട്ടും ഒഴിവാക്കുക. ഇതൊരു ഹെൽത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. അപ്പോൾ നമുക്ക് നല്ല ഭക്ഷണത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ ജീവിതം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം അവസാന നിമിഷത്തിൽ, അതായത്
ഓൾഡ് ഏജ് ആവുന്ന സമയത്ത് നമ്മളെപ്പോഴും ഹെൽത്തി ആയിരിക്കണം. നമുക്കെപ്പോഴും നമുക്കറിയാം, ചെറുപ്പകാലത്തിലൊക്കെ നമ്മൾ ചുറുചുറുക്കും നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാവും. അതേസമയത്ത് അത് വളർന്ന് വലുതാവുന്ന സമയത്ത് ആരോഗ്യം ഇങ്ങനെ ശോഷിച്ച് വരാൻ തുടങ്ങും. പല അസുഖങ്ങൾ വരും, മരുന്നുകളില്ലാതെ ജീവിക്കാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അങ്ങനെയുള്ള ജീവിതം നയിക്കാതിരിക്കാൻ വേണ്ടിയാണ് നല്ല ഭക്ഷണ രീതി നേരത്തെ ചെയ്യുക. നമ്മൾ കർമ്മ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ലോ ഓഫ് കർമ്മയിൽ പറയും, നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമാണ് നമ്മൾ ഭാവിയിൽ അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഈ അനുഭവിക്കണമെങ്കിൽ, നല്ല ജീവിതം കെട്ടിപ്പടുക്കണമെങ്കിൽ നല്ല ഭക്ഷണം നേരത്തെ ശീലിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ നമ്മൾ ചെയ്യാം. ഇനി രണ്ടാമതായിട്ട് ഇൻവെസ്റ്റ് ഇൻ എക്സസൈസ്. അതിലേറ്റവും കൂടുതൽ സമയവും പണവും അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് നമ്മൾ ജോഗിങ് ഉപയോഗിക്കും, മെഡിറ്റേഷൻ, യോഗ, പ്രാണായാമ, ജിമ്മിൽ പോവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിന് സമയം കണ്ടെത്തുക എന്നുള്ളത്, സമയമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ 24 മണിക്കൂറിൽ ഒരു പ്രത്യേക സമയം ഇതിനു വേണ്ടി നമ്മൾ മാറ്റി വെച്ചില്ലെങ്കിൽ നമുക്ക് ഒരു ഹെൽത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ നമുക്കൊരു വലിയൊരു സ്ട്രോങ് ഹെൽത്ത് നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിയില്ല. അതിനുവേണ്ടി ചിലപ്പം പണവും ചിലവഴിക്കേണ്ടി വരും. നമ്മളൊരു നല്ലൊരു യോഗ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അതൊരു നല്ലൊരു ഗുരുവിൽ നിന്ന് നമുക്കതിൻ്റെ ശിക്ഷണം നമുക്ക് ലഭിക്കണമെങ്കിൽ ചിലപ്പം ഒരു ഫീസ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരിക. യോഗ ക്ലാസ്സിൽ, മെഡിറ്റേഷൻ ക്ലാസ്സിലൊക്കെ ചേരണമെങ്കിൽ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിനും നമ്മൾ ചിലപ്പം പണം ചിലവഴിക്കേണ്ടി വരും. ചിലപ്പോൾ ദൂരെ പോയിട്ട് നമ്മൾ ഈ എക്സസൈസൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ കാറൊക്കെ എടുത്തിട്ട് പോകും, വണ്ടിയൊക്കെ എടുത്തിട്ട് പോകും. അപ്പോൾ അതിനൊക്കെ എക്സ്പെൻസാണ്. അപ്പോൾ നമ്മൾ ഈ എക്സ്പെൻസുകളൊക്കെ ചിലപ്പോൾ അതിൻ്റെ ട്രാക്ക്, ഷൂ, ഇതൊക്കെ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കുന്ന സമയത്തും നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അതിനു വേണ്ടി കുറച്ച് പണം മാറ്റി വെക്കുക. അപ്പോൾ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് റെഗുലർലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ആദ്യം പറയാൻ കാരണം, ഇത് പലപ്പോഴും എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാലം ചെയ്യും, പിന്നെ കുറച്ച് കാലം ചെയ്യില്ല. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ നമുക്കത് SIPയിൽ അത് പറ്റില്ല. SIPയിൽ നമ്മൾ കൃത്യമായിട്ട് പണം അടയ്ക്കണം. എല്ലാ മാസവും ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു 5000 രൂപയാണ് അടയ്ക്കുന്നതെങ്കിൽ എല്ലാ മാസവും നമ്മൾ അടച്ചുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ നല്ലൊരു ആ എമൗണ്ടിലേക്ക് വരുള്ളൂ, അത് ലാപ്സ് ആവാതെ പോവുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹെൽത്തിലും കൃത്യമായിട്ട് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നതെന്ന് പ്രത്യേകം ഓർക്കുക. ഇനി മൂന്നാമതായി വരുന്നതാണ് ഇൻവെസ്റ്റ് ഇൻ റിലാക്സേഷൻ ടൈം. നമ്മളെ സമയത്തിൽ എല്ലാവരും തിരക്ക് പിടിച്ച് ഓടി നടക്കുന്ന സമയത്ത് നമ്മൾ റിലാക്സേഷന് കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കണം. നമ്മളെ ഉറ്റവരോടും അടുപ്പം ബന്ധം കാണിക്കുന്നവരോടും നല്ല സുഹൃത്തുക്കളോടൊക്കെ സമയം കണ്ടെത്താൻ നമുക്ക് അവരോട് ഒന്നിച്ചിരിക്കാനും അവരോട് സന്തോഷം പങ്കുവെക്കാനും ഒക്കെ നമ്മൾ ഇതിനു വേണ്ടി സമയം കണ്ടെത്തുക. അത് സമയം കണ്ടെത്തുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിരിക്കാം. നല്ല ഏറ്റവും കൂടുതൽ മനസ്സിന് നല്ല ഒരു സുഖം കിട്ടുന്ന ഏത് അന്തരീക്ഷത്തിലും നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഒരു കടൽ തീരത്താവാം, പുഴയുടെ തീരത്താവാം, ഒരു കുളത്തിൻ്റെ വക്കത്താവാം, ഒരു മാവിൻ ചുവട്ടിലാവാം, എവിടെയും നിങ്ങൾക്കൊരു സ്ഥലം കണ്ടെത്തി നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് കുറച്ച് നേരം ഇരിക്കാനുള്ള ഒരു സമയം നിങ്ങൾ കണ്ടെത്തണം. അതുപോലെ തന്നെ വീടുകളിലൊക്കെ സീനറിയും മറ്റു കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന പിക്ചേഴ്സൊക്കെ വെക്കാതെ നല്ല മനസ്സിന് ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പിക്ചേഴ്സാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിന് ഒരു കുളിർമയേകുകയും നമുക്ക് നന്നായിട്ട് നമുക്ക് ആ ഒരു റിലാക്സേഷൻ ലഭിക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ ഫാമിലി ഫോട്ടോസ് ഒക്കെ വെക്കുന്ന സമയത്ത്, വീട്ടിൽ വെക്കുന്ന സമയത്ത് എപ്പോഴും ചിരിച്ചു കൊണ്ടുള്ള ഫോട്ടോസൊക്കെ വെക്കാൻ നോക്കുക. അപ്പം അവരുടെ ഹാപ്പിയസ്റ്റ് മൂമെൻ്റുള്ള പിക്ചേഴ്സ് ആയിരിക്കേണ്ടത് നമ്മുടെ വാളിൽ തൂങ്ങേണ്ടത്. അത് തൂങ്ങുന്ന സമയത്ത് നമുക്ക് മനസ്സിന് നല്ലൊരു റിലാക്സേഷൻ കിട്ടുകയും നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കുകയും നല്ല ആ ഹാപ്പിയസ്റ്റ് മൂമെൻറ്റ് ഇങ്ങനെ റെഗുലറായിട്ട് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യം സ്ട്രെസ്ഫുൾ അല്ലാത്തത് കൊണ്ട് തന്നെ ആരോഗ്യം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പം ഈ റിലാക്സേഷൻ ടൈമിൽ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. ചില ആൾക്കാർ നമ്മൾ ടൂർ പോകുന്നത് റിലാക്സേഷൻ ഉപയോഗിക്കാറുണ്ട്, ഒരു ഫിലിം കാണാൻ പോകുന്നത് നമ്മൾ റിലാക്സേഷൻ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഫ്രണ്ട്സിനോടൊത്ത് ഒരുമിച്ച് എന്തെങ്കിലും ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ആവാം, എന്തോ ആയിക്കോട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് യോജിച്ച രീതിയിലുള്ള, നമുക്കിഷ്ടപ്പെട്ട രീതിയിലുള്ള ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക. നമ്മളുടെ ബിസിനസ്സിൽ നിന്നും മറ്റുള്ള തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നൊക്കെ കുറച്ച് നേരം നമ്മൾ മാറ്റി വെക്കാൻ വേണ്ടി നമുക്കിതിനു വേണ്ടി ശ്രമിക്കാം. ഇനി അടുത്ത ഒന്നാണ് ഇൻവെസ്റ്റ് ഇൻ ഗാഡ്ജറ്റ്. ഇൻവെസ്റ്റ് ഇൻ ഗാഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല
ഒരു ആരോഗ്യം കെട്ടിപ്പടുക്കണമെങ്കിൽ ചില ഇന്നത്തെ ആധുനിക ജീവിതത്തിൽ നമുക്ക് ചില ഗാഡ്ജറ്റുകളും കൂടി ആവശ്യമാണ്. നമുക്ക് നല്ല വെള്ളം കുടിക്കണമെങ്കിൽ ഒരു ബോട്ടിൽ വേണം, ഇല്ല? അപ്പം നന്നായിട്ട് നമുക്ക് ഉറങ്ങുന്നുണ്ടോ, എനിക്ക് ഉറക്കം കിട്ടുന്നുണ്ടോ? പലപ്പോഴും തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ കുറച്ച് സമയം ഉണ്ടാവും, എനിക്ക് എത്രമാത്രം ഉറക്കം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ BP, ഷുഗർ, കൊളസ്ട്രോളൊക്കെ ശരിയാണോ, എൻ്റെ ഭക്ഷണ രീതികൾ കൊണ്ട് അതൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ അറിയാൻ വേണ്ടി ചില ഗാഡ്ജറ്റ് നമുക്ക് വാങ്ങിക്കാം. സ്മാർട്ട് വാച്ചൊക്കെ നമുക്ക് കിട്ടും. ഇതെല്ലാം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ എത്ര ഇന്ന് നടന്നു, എത്ര എക്സസൈസ് ചെയ്തു, എൻ്റെ BP എത്രയാണ്, എൻ്റെ ഷുഗർ എത്രയാണ്, എൻ്റെ ഹാർട്ട് ബീറ്റിംഗ് എത്രയാണെന്നൊക്കെ അറിയാനുള്ള ഡിവൈസസ് ഇന്ന് ലഭ്യമാണ്. അതുപോലെ തന്നെ നല്ല വെള്ളം കുടിക്കണമെങ്കിൽ നമ്മൾ ഒരു വാട്ടർ പ്യൂരിഫയർ വാങ്ങേണ്ടി വരും. അല്ലെങ്കിൽ പുറത്ത് നടക്കാൻ പോകാൻ കഴിയാത്ത ഹൗസ് വൈഫ്, അല്ലെങ്കിൽ തിരക്ക് പിടിച്ച ജീവിത രീതിയിൽ പുറത്തൊന്നും പോകാൻ, പൊല്യൂഷൻ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നടക്കാനൊന്നും പോകാൻ പറ്റാത്ത സ്ഥലത്ത് അവർക്ക് നമുക്ക് ഇതുപോലെയുള്ള വാക്കർ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ട്രെഡ്മിൽസ് എല്ലാം വാങ്ങിയിട്ട് വീട്ടിൽ വെച്ചിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതിനൊക്കെ നമുക്ക് പണം ചിലപ്പോൾ ഇതൊക്കെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന സാധനങ്ങളാണ്. അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് മനസ്സും ശരീരവും ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചു. അപ്പം ഈ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ നമുക്കറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ബയോ സെൻസിങ് മെഡിറ്റേഷൻ ഹെഡ്സെറ്റൊക്കെ വാങ്ങിക്കുക. നമ്മൾ പിക്ചറിൽ കാണുന്നുണ്ടാവും, ഇങ്ങനെയുള്ളൊരു നെറ്റിയിൽ നമ്മളൊരു ആ മെഡിറ്റേഷൻ ഹെഡ്സെറ്റ് വെക്കുകയാണെങ്കിൽ നമ്മൾ ആൽഫ സ്റ്റേജിൽ എത്ര നേരം പോകുന്നുണ്ടെന്നും ആൽഫ സ്റ്റേജിൽ എത്ര നേരം നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടെന്നും അത് ബ്രെയിനിൻ്റെ പ്രവർത്തനം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് മൊബൈലിൽ വീക്ഷിക്കാൻ പറ്റും. ഇതാണ് മൊബൈൽ അതിൻ്റെ റെക്കോർഡിംഗ് ആൻഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കതിൽ കാണാൻ പറ്റും. അതൊരു പീപ്പ് ശബ്ദത്തോടു കൂടിയാണ് അതിൻ്റെ എല്ലാ മാർക്കും രേഖപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള ഒരു ഗാഡ്ജറ്റൊക്കെ നമുക്ക് വാങ്ങിക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഈ ഹെൽത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ ഹെൽത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻവെസ്റ്റ് ഇൻ റെഗുലർ ഹെൽത്ത് ചെക്കപ്സ്. നമ്മൾ ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് നമ്മൾ വിചാരിക്കുന്ന ഫുഡൊന്നും നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പല ഫംഗ്ഷനിലും പല മീറ്റിങ്ങിലും നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള ഫുഡുകൾ നിർബന്ധിതമായി കഴിക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ നമുക്ക് നമ്മളെ കൺട്രോളിൽ നിന്ന് വിട്ടുപോകുന്ന സാഹചര്യങ്ങളായിരിക്കും വരിക. ചിലപ്പം സ്ട്രെസ്സ് കാരണം, അല്ലെങ്കിൽ ഏറ്റവും ബിസിയസ്റ്റ് ഈ വേൾഡിൽ ചിലപ്പം ശരിക്കും ഉറങ്ങാൻ കഴിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ ശരീരം വളരെ വീക്കാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്കൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഹെൽത്ത് ചെക്കപ്പ്, ഒരു റൊട്ടീൻ ചെക്കപ്പ് നടത്തുക. ഈ റൊട്ടീൻ ചെക്കപ്പ് നടത്തുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ ശരീരം, എൻ്റെ വെയിറ്റ് ശരിയാണോ, അല്ലെങ്കിൽ എൻ്റെ BP, ഷുഗർ, കൊളസ്ട്രോൾ ഇതെല്ലാം നമ്മൾ പ്രോപ്പറാണോ, എൻ്റെ ഹാർട്ട് ബീറ്റിംഗ് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് പല അസുഖങ്ങളും നമുക്ക് വരുമ്പോൾ അതിൻ്റെ ക്രോണിക് സ്റ്റേജിലാണ് നമ്മൾ പലപ്പോഴും അറിയുന്നത്. അപ്പം നമ്മളെ കൈവിട്ട് പോയിരിക്കും പലപ്പോഴും. അപ്പം പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴായിരിക്കും പറയുക പെട്ടെന്ന് സർജറി വേണം, ബൈപ്പാസ് സർജറി വേണം എന്നൊക്കെ പറയാം. ഇത് നേരത്തെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആരോഗ്യം നേരത്തെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യാം. അപ്പം പിന്നെ ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്ന ഒരാൾ മൈന്യൂട്ടായിട്ട് എന്തെങ്കിലും കാര്യം കാണുന്ന സമയത്ത് ഡോക്ടർ തന്നെ നമ്മളോട് പ്രിസ്ക്രൈബ് ചെയ്യും, ഇന്ന ഭക്ഷണം കഴിക്കരുത്, ഇന്ന ഭക്ഷണമേ കഴിക്കാവുള്ളൂ, ഇന്ന രീതിയിൽ എക്സസൈസ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇതിൽ നിന്നും മാറുള്ളൂ, മരുന്ന് മാത്രം കഴിച്ചാൽ പോരാ എന്നുള്ള രീതിയിലൊക്കെ ഡോക്ടേഴ്സും അഡ്വൈസ് ചെയ്യും. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ജീവിത രീതികളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മൾ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു റെഗുലർ പ്രാക്ടീസ് നമുക്ക് ചെയ്യാനെങ്കിൽ റെഗുലറായിട്ട് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നതും വളരെ നന്നായിരിക്കും. ഇനി അടുത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് പലപ്പോഴും നമ്മൾ വളരെ കുറച്ച് പേരെ ഹെൽത്ത് ഇൻഷുറൻസൊക്കെ എടുക്കാറുള്ളൂ. എന്നുവെച്ചാൽ എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്ക്. ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താലുള്ള ഏറ്റവും നല്ല ബെനിഫിറ്റ്സ് നമ്മൾ ആരോഗ്യപരമായും മാനസികപരമായിട്ടും എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാകുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്തായിരിക്കും പറയുക ഒരു സർജറി വേണം, ഇതിന് 2 ലക്ഷം വേണം, 3 ലക്ഷം വേണം, അല്ലെങ്കിൽ 5 ലക്ഷം വേണം എന്നൊക്കെ പറയും. അപ്പം നമുക്ക് അവിടെ അനുഭവപ്പെടുന്ന അസുഖത്തെക്കാളും കൂടുതൽ മാനസിക സംഘർഷമായിരിക്കും അവിടെ ഉണ്ടാവുക. ഈ പണം ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കും, ഈ പണം എൻ്റെ കയ്യിലില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മകൻ്റെ എഡ്യൂക്കേഷന് വേണ്ടി അല്ലെങ്കിൽ മകളുടെ വിവാഹത്തിന് വേണ്ടി വെച്ച പണമാണല്ലോ ഇത്, അത് മുഴുവൻ ഈ ചെറിയ ഒരു ദുർബല നിമിഷത്തിൽ നമ്മളുടെ ഈ പണം മുഴുവൻ ചിലവായി പോവില്ലോ എന്ന മനസ്സിനുണ്ടാവുന്ന ആദ്യ കാരണം നമുക്ക് ഈ സ്ട്രെസ്ഫുൾ ആവുകയും നമ്മൾ അസുഖം ഇത് ഭേദമാകില്ല എന്ന് മാത്രമല്ല പുതിയ അസുഖങ്ങൾ വരാനും സാധ്യത കൂടുതലാണ്. എപ്പോഴും
നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കയ്യിലുണ്ടെങ്കിൽ നമ്മളെ സ്ട്രെസ്സ് വളരെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ഹോസ്പിറ്റൽ അഡ്മിഷൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ഉടനെ നമുക്ക് സന്തോഷം ഉണ്ടാവുക. എന്താ വെച്ചാൽ നമ്മളെ അടുത്ത് ഹെൽത്ത് കാർഡുണ്ട്, എനിക്കിവിടെ വരുന്ന എക്സ്പെൻസ് മുഴുവൻ എൻ്റെ ആ കമ്പനി വഹിച്ചോളും. അപ്പോൾ നമ്മളിവിടെ എത്ര ബില്ല് വന്നാലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ റിലാക്സ് ആയിട്ട് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് നമ്മളെ ആരോഗ്യം പെട്ടെന്ന് മെച്ചപ്പെടാനും അസുഖങ്ങളൊക്കെ മാറാനും എളുപ്പം കഴിയും. ഈ ഹെൽത്ത് ഇൻഷുറൻസിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, അതിൽ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം, ഒരു വർഷത്തേക്കുള്ള നമ്മളുടെ മെഡിക്കൽ എക്സ്പെൻസ് ആണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഒരിക്കലും ഒരു 20,000 അല്ലെങ്കിൽ 30,000 നമ്മൾ ഇൻഷുറൻസിന് നമ്മൾ ഒരു വർഷം നമ്മൾ അടയ്ക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഒരു വർഷത്തേക്കുള്ള എൻ്റെ മെഡിക്കൽ എക്സ്പെൻസാണ്, എൻ്റെ അക്കൗണ്ടിൽ അതാണ് ഞാൻ എൻ്റെ എക്സ്പെൻസായിട്ട് കാണുന്നത്. അപ്പം ഇനി അതിൽ മേലെ ഇല്ല, അതിൽ മേലെ എന്ത് എക്സ്പെൻസ് വന്നാലും എനിക്ക് എൻ്റെ ഇൻഷുറൻസ് കമ്പനി വഹിച്ചോളും. ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ മാനസികവും ശാരീരികവുമായിട്ട് വളരെ റിലാക്സ് ആവുന്നുള്ളതുകൊണ്ടാണ് ഈ ഹെൽത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്താൽ കിട്ടുമെന്ന് പറയാൻ കാരണം. പലരും ഹോസ്പിറ്റലിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത ആൾക്കാർ പോയിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നത് നേരിട്ട് കണ്ടതുകൊണ്ടാണ് ഈ ഹെൽത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ ഇതുകൂടി ഉൾപ്പെടുത്താൻ കാരണം. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഹെൽത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ സംസാരിച്ചു. ഒന്നുകൂടി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞതെന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് ഈ ടോപ്പിക്ക് ഇവിടെ നിർത്താം. അതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഇൻവെസ്റ്റ് ഇൻ ഗുഡ് ടൈം, ഗുഡ് ഫുഡ്, നല്ല ഫുഡിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതുപോലെ ഇൻവെസ്റ്റ് ഇൻ എക്സസൈസ്, നമ്മൾ ആരോഗ്യം ദൃഢഗാത്രമാകാൻ യോഗ, മെഡിറ്റേഷൻ പോലെയുള്ളത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കി. റിലാക്സേഷൻ ടൈം കണ്ടെത്തുക, എൻ്റെ ഉറ്റവരോടും ഉടയവരോടും ഒക്കെയായി നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും നമ്മുടെ മനസ്സിനെ റിലാക്സ് ആക്കാനും വേണ്ടിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിരിക്കുന്നതും അതിനുവേണ്ടി സമയം കണ്ടെത്താനും നമ്മൾ ശ്രമിക്കണം. ഹെൽത്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗാഡ്ജറ്റുകളൊക്കെ അതുപോലെയുള്ള ഒരുപാട് ഡിവൈസസ് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. അതൊക്കെ അതിനുവേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ ഇൻവെസ്റ്റ് ഇൻ റെഗുലർ ഹെൽത്ത് ആൻഡ് ചെക്കപ്പ്, നമ്മളെ ആരോഗ്യം ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. നമ്മളെ കൺട്രോളിലല്ല ഹെൽത്ത് വരുന്നത്. പലപ്പം പുറത്തുനിന്ന് വരുന്ന നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ പൊല്യൂഷൻ കൊണ്ടാവാം. അതുകൊണ്ട് ഹെൽത്ത് ചെക്കപ്പ് നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇൻഷുറൻസ് എടുക്കേണ്ട പ്രാധാന്യത്തെ പറ്റിയൊക്കെ നമ്മളിവിടെ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ റെഗുലർലി നമ്മൾ ഒരു ഹെൽത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനായിട്ട് കൃത്യമായിട്ട് ഒരു മുടക്കവും വരാതെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ യുവർ ഹെൽത്ത് വിൽ ബി എക്സലൻറ്റ്. അതോടുകൂടി തന്നെ ആരോഗ്യം മെച്ചപ്പെട്ടാൽ നല്ലൊരു മാനസികാവസ്ഥയിലേക്കും നമ്മൾ പോകും. നമ്മൾ പലപ്പോഴും നല്ല ഹെൽത്ത് നമുക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കും ശരിക്കും മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയിൽ, റിലാക്സേഷൻ അവസ്ഥയിലേക്കും നമുക്ക് പോകാൻ കഴിയില്ല. പലപ്പോഴും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്ന ആൾക്കാരൊക്കെ അവർക്ക് മെഡിറ്റേഷനിൽ ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. എന്താ വെച്ചാൽ ശരീരത്തിൻ്റെ അസ്വസ്ഥം കാരണം അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നല്ല പെയിനുള്ള ഒരാളോട് റിലാക്സ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് റിലാക്സ് ചെയ്യാൻ മിക്കവാറും കഴിയാറില്ല. അപ്പം അതുകൊണ്ട് നല്ല ഹെൽത്ത് നമ്മൾ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സും അതുപോലെ തന്നെ ദൃഢമായിരിക്കും. നല്ല ആരോഗ്യമുള്ള മനസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ മൈൻഡ് പ്ലസിലൊക്കെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് സെഷനുകൾ നടത്തുന്ന സമയത്ത് നമുക്ക് ആ മനസ്സിലേക്ക് നമുക്കത് ഉൾക്കൊള്ളണമെങ്കിൽ നല്ല ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് റിയലൈസ് ചെയ്യുക. ഈ ഹെൽത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇനി നമ്മൾ ഈ ഇതുവരെ വിവരിച്ച കാര്യങ്ങൾ ഒരു മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് അത് റീപ്രോഗ്രാമിംഗ് ചെയ്യാം.